മഹാന്മാരായ മഹത്തുക്കൾ പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ ചൊല്ലിയിരുന്ന ഒരുപാട് അദ്കാറുകളുണ്ട്. സുബഹി നിസ്കാരം ഞാൻ ആമുഖത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ പാടെ ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ പരിശുദ്ധമായ ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുകയും അള്ളാഹുവിനെ ബരമേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരവസ്ഥയാണ്. അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഭാര്യ, മക്കള്, സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും ഓരോ വഴികളും ഓരോരോ കാര്യങ്ങളുമെല്ലാം പരിശുദ്ധമായ പവിത്രമായ വഴികളിലൂടെ മുന്നോട്ട് കിട്ടാൻ അള്ളാഹുവിനെ ബരമേൽപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അപ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞ പാടെ എല്ലാവരും 101 തവണ ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങൾ എല്ലാവരും ചൊല്ലണം. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ളുഹർ നിസ്കാരം കഴിഞ്ഞാലുടൻ എല്ലാവരും സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. എന്തിനാണ്? നാളെ ദാഹിച്ചു വലഞ്ഞു നിൽക്കുമ്പോൾ മഹ്ശറയാകുന്ന വൻസഭയിൽ ആരും നമ്മളെ സഹായിക്കാനോ ആരും നമ്മുടെ കൈപിടിക്കാനോ നമ്മളെ ഒന്ന് കൊണ്ടുപോകുവാനോ ആരുമില്ലാതിരിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹ്ശറ വൻസഭയിൽ അവിടെ അള്ളാഹുവിന്റെ സന്തോഷത്തിൽ കടന്നു വരികയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലുൽ കൗസർ നാളെ നമുക്ക് കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടെ ളുഹർ നിസ്കാരത്തിന് ശേഷം എല്ലാവരും സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക. എത്രത്തോളം ചൊല്ലാൻ പറ്റോ അതിന് പ്രത്യേകം ഒരു കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ തോന്നുന്നത്, നിങ്ങൾക്ക് തോന്നുന്ന ആ കണക്കനുസരിച്ച് നിങ്ങൾ എല്ലാവരും സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. ഇനി അസ്ർ നിസ്കാരത്തിന് ശേഷമാണ്. അസ്ർ നിസ്കാരം കഴിഞ്ഞാലുടൻ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷീണമുള്ള ഒരു സമയമാണ്. എന്നാലും ആ ഒരു സമയത്ത് അല്ലാഹുവിലേക്ക് നല്ല മനസ്സോടുകൂടി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്ത പരിശുദ്ധമായ ഈ ദുആ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദുആ നമ്മൾ 101 തവണ നമ്മൾ ഇൻഷാ അല്ലാഹ് ചൊല്ലണം. കാരണം നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊഴിഞ്ഞു പോകാനും അല്ലാഹുവിലേക്ക് നമ്മൾ ഏറ്റുപറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ പരിപൂർണമായ ഖുർആനിന്റെ ഒരായത്തുകളിൽ പെട്ട ഒരായത്ത് കൂടിയാണ്. അതുകൊണ്ട് ഒരിക്കലും അത് പാഴാകൂല, അതുകൊണ്ട് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകൂല, അതുകൊണ്ട് ഒരിക്കലും അത് ഇല്ലാതെ ആകൂല. അപ്പൊ എല്ലാവരും അസ്ർ നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലുക. ഇനി അത് കഴിഞ്ഞാലുടൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാനുള്ളത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലുടനെയാണ്. നമ്മുടെ നോമ്പ് മുറിക്കുന്ന ആ ഒരു സമയം നോമ്പ് മുറിച്ച് നല്ലതുപോലെ കടന്നു വന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് മഹാന്മാരായ ആലിമീങ്ങൾ സാദാത്യങ്ങൾ ചൊല്ലിയതുപോലെ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിലേക്ക് ഞാൻ പശ്ചാത്തപിക്കുകയാണ്. റബ്ബി എന്റെ പാപങ്ങളെ തൊട്ട് മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ എന്റെ എല്ലാ പിഴവുകളെ തൊട്ടും എന്റെ പാപങ്ങളെ തൊട്ടും ഞാൻ അല്ലാഹുവേ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. അത് മാത്രവുമല്ല വ അതൂബു ഇലൈഹി ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയൂടെ ചെയ്യുകയാണ്. അല്ലാഹു തആല പറഞ്ഞെന്താണ്? തൂബു ഇലല്ലാഹ് തൗബത്തൻ നസൂഹ. നിങ്ങൾ നല്ലതുപോലെ തൗബ ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഈ ഒരു പരിശുദ്ധമായ ഈ ഒരു പവിത്രമായിട്ടുള്ള ഈ ദുആ ഈ ദിക്ർ നമ്മളെല്ലാവരും ചൊല്ലണം. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവനും ചൊല്ലിയിട്ട് കടന്നു വന്ന് സൂറത്തുൽ ളുഹ നിങ്ങൾ പാരായണം ചെയ്യാം. ഇശാഇന് ശേഷം
അള്ളാഹുവിന്റെ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് പ്രതിഫലങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴികളാണ്. അള്ളാഹുവേ, ഇത് ചൊല്ലുന്നവർ, ഇത് കേൾക്കുന്നവർ, ഇത് മനസ്സിലാക്കുന്നവർ, ജീവിതത്തിൽ കൊണ്ടുവരുന്നവർ എല്ലാവർക്കും നീ നല്ല ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാവർക്കും നല്ല സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാവർക്കും നല്ല ഖൈറായ വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഈമാനിന്റെ മാധുര്യമുള്ള ജീവിതമാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ ആളുകളുടെ പാപങ്ങളും പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ദിവസത്തിൽ സാധുക്കളായ ഞങ്ങളുടെ പാപങ്ങളോടെ നീ പൊരുത്തപ്പെട്ടു തരണേ റഹ്മാനെ. എല്ലാ സങ്കടങ്ങളെയും നീ മാറ്റണേ റഹ്മാനെ. എല്ലാ ദുഃഖങ്ങളെയും നീ മാറ്റണേ അല്ലാ. ആ അറഫയുടെ ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി നോമ്പ് നോക്കാൻ കഴിയുന്നവരൊക്കെ നോമ്പ് നോറ്റ് ദുആക്കുത്തരമുള്ള ആ ദിവസത്തിൽ നല്ലതുപോലെ ദുആ ചെയ്ത് നല്ല മനസ്സോടുകൂടി റബ്ബിലേക്ക് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ എല്ലാവരും അല്ലാഹുവിലേക്ക് ചോദിക്കുക. അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം അറഫയിലുണ്ടായി. അതിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു. പരിശുദ്ധമായ ദീനിന്റെ പൂർത്തീകരണം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പരിശുദ്ധമായ ദീന് പരിപൂർണമായിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങുമ്പോൾ സ്വഹാബത്ത് മുഴുവനും നല്ലതുപോലെ ചിരിക്കുകയാണ്. കാരണം ഇനി ഒരു പ്രശ്നങ്ങളില്ല, പ്രതിസന്ധിയില്ല, എല്ലാം നല്ല മംഗളമായല്ലോ, പരിശുദ്ധമായ ദീന് പൂർത്തിയായല്ലോ. ഈ ഒരു ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോൾ സദസ്സിന്റെ ഒരു ഭാഗത്തും ഒരാൾ കരയുകയാണ്. ആരാണ് കരയുന്നത്? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവേ, എല്ലാവരും ചോദിക്കുന്നു, സിദ്ദീഖ് തങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് പരിപൂർണമാകുമ്പോ നിങ്ങൾ എന്തിനാണ് ഇരുന്നിങ്ങനെ കരയുന്നത്? ചിരിക്കുകയല്ലേ വേണ്ടുന്നത്? ഉടൻ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, സഹാബാ, ഇത് റസൂലുള്ളാഹിന്റെ വഫാത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നബിയുടെ വഫാത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അതല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറയാൻ സമയമായി, നമ്മ വിട്ടു പിരിയാറായി. സ്വഹാബത്ത് മുഴുവനും സങ്കടക്കടലിലായി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അവസാനവും ആദ്യമായിട്ട് റസൂലുള്ള ചെയ്ത ഒരേ ഒരു ഹജ്ജ്, ആ പരിശുദ്ധമായ ഹജ്ജിലേക്ക് റസൂലുള്ള കടന്നു വരുന്നുണ്ട്. അവിടെ ചെന്നാൽ പടച്ചറപ്പേ, നിറഞ്ഞ മനസ്സോടുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉപദേശം നടത്തിയ പള്ളി കൊണ്ട് ദുആ ചെയ്ത അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഉപദേശം കൊടുത്ത മലമുകളുണ്ട്. അവിടെ ഇന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അറഫാ മലയിൽ, അറഫയുടെ മലയുണ്ടല്ലോ, ആ പരിശുദ്ധമാക്കപ്പെട്ട ജബലുർ റഹ്മ വലിയ സന്തോഷമാണ്. ഇപ്പോഴും ഉംറക്ക് പോകുന്നവർ, ഹജ്ജിന് പോകുന്നവർ അവിടെ പോയി നിൽക്കുമ്പോ അറിയാതെ മനസ്സ് പിടയുമല്ല. എന്റെ റസൂലുള്ളാഹി തങ്ങൾ നിന്ന പരിശുദ്ധമായ സ്ഥലമാണല്ലോ, അവിടത്തെയുടെ പാദസ്പർശമേറ്റ് പുളകിതമായ മണ്ണാണല്ലോ. അവിടെ ചെന്ന് ചില ആളുകൾ ദ്വാരക്കുമ്പോ, പടച്ചവനെ, അറിയാതെ മനസ്സങ്ങ് വല്ലാതെ കുളിർമഴയാകുമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് സ്വഹാബത്തിനോട്, ഇസ്മഈലി ലഅല്ലി ലാ അൽഖാകും യാകാകും ഫീ മഖാമി ഹാദാ ബദഅമി ഹാദാ. ഇനി ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇതുപോലെ നിൽക്കാൻ ഈ മുഹമ്മദ് മുസ്തഫയുണ്ടോ എന്നറിയാൻ പറ്റൂല. കാരണം അവസാനത്തെ യാത്രയാണെന്ന് മുത്തുനബി തങ്ങൾക്കറിയാം. അങ്ങനെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് റസൂലുള്ളാഹി സ്വഹാബത്തിന് ഉപദേശം കൊടുക്കുന്നു, അലാ, അറിയണേ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും ബൈനക്കും ഹറാം. വലിയ ഒരു ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയുടെ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്കൊക്കെ തരുന്നത്. അതിമഹോന്നതമായ
അതിമഹത്തരമായ ഉപദേശമാണ്. ആ ഉപദേശം ലോകത്തെമ്പാടുമുള്ള മുഴുവൻ ആളുകൾക്കും അതൊരു പാഠമാണ്. ലോകത്തെമ്പാടുമുള്ള സഹോദരങ്ങൾക്ക് അതൊരു പാഠമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. അല അറിയണേ, ഇന്ന ദിമാഅക്കും നിങ്ങളുടെ രക്തങ്ങളും വ അംവാലക്കും നിങ്ങളുടെ സമ്പാദ്യങ്ങളും വ അറാലക്കും നിങ്ങളുടെ അഭിമാനങ്ങളും ബൈനക്കും ഹറാം, നിങ്ങളുടെ ഇടയിൽ അല്ലാഹുവേ അത് ഏറ്റവും നല്ലതായിരിക്കണം. ഒരു മനുഷ്യന്റെ രക്തത്തിന് വിലയുണ്ട്. ചുമ്മാ കയറി കൊത്താൻ പറഞ്ഞിട്ടില്ല, ചുമ്മാ അവൻ അടിച്ചിടാൻ പറഞ്ഞിട്ടില്ല. അവിടെന്ന് പറയാണ്, ഒരു മനുഷ്യന്റെ രക്തത്തിന് വിലയുണ്ട്. അംവാലുക്കും അവന്റെ സമ്പത്തിന് വിലയുണ്ട്. വഅറാലുക്കും അവന്റെ അഭിമാനത്തിനും അന്തസ്സിനും വിലയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ പ്രഭാഷണമാണ്. മനുഷ്യന്റെ അന്തസ്സിന് വിലയുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അന്തസ്സിന് വില കൊടുക്കാത്ത കാലഘട്ടമാണ്. അന്തസ്സിന് വില കൊടുക്കാത്ത കാലഘട്ടമാണ്. അവനില്ലാതായാ നമുക്കെന്താണ്? അതുകൊണ്ട് നമ്മുടെ കാര്യമില്ലല്ലോ, നമ്മുടെ ആളല്ലല്ലോ. അവൻ ഏതോ ഒരു ഉമ്മയുടെ മകനാണ്, ഏതോ ഒരു ഉമ്മയുടെ മകളാണ്, ഏതോ ഒരു ബാപ്പയുടെ മകനാണ്, ഏതോ ഒരു ബാപ്പന്റെ മകളാണ്. അതുകൊണ്ട് വേണ്ട. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വന്നാലെന്താ, അവനിക്ക് എന്ത് വന്നാലെന്താ, അവന്റെ മക്കളെ പറ്റി പറയുന്നുണ്ട് നമുക്ക് എന്ത് കുഴപ്പമുള്ളത്? എന്നാ നബി തങ്ങൾ അറഫാ ദിവസത്തിൽ പറയാ, വഅറാലക്കും നിങ്ങളുടെ അഭിമാനങ്ങള്, അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുതേ. ഒരു മനുഷ്യന്റെ അന്തസ്സിനോ അത് ഏതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണോ, അതല്ല നിങ്ങളുടെ എഴുത്തുകളിലൂടെയാണോ, നിങ്ങളുടെ പറച്ചിലൂടെയാണോ? ഒരു മനുഷ്യന്റെ അന്തസ്സിന് ഓട്ടം വരുത്തുന്ന ഒന്നും വാട്സപ്പിലൂടെ നമ്മൾ എഴുതാൻ പാടില്ല. അതിന് എത്ര വലിയ വാർത്തകളാണെങ്കിലും ഇന്ന് ദുനിയാവിന്റെ പുറത്തു നേരം വെളുക്കുന്നത് ന്യൂസ് ചാനലുകൾ മുഴുവൻ എന്ത് പറയാമെന്ന് ആലോചിച്ചിട്ടാണ്. ഒരു മനുഷ്യനെ എങ്ങനെ കുറ്റപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്, ഒരു മനുഷ്യനെ എങ്ങനെ കളിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലോകം മുഴുവനും കണ്ണു തുറക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, വഅറാലക്കും, അല്ലാഹുവേ മനുഷ്യന്റെ അന്തസ്സിന് ക്ഷതം വരുത്തുന്ന ഒന്നും പാടില്ല. അതെല്ലാം നല്ല വിലപിടിപ്പുള്ളതാണ്, അതെല്ലാം നല്ല വിലയുള്ളതാണ്. അതുകൊണ്ട് അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും നിങ്ങൾ ചെയ്യല്ല. വാട്സപ്പിലൂടെ ചില ആളുകൾ എഴുതും. ചില ആളുകൾ അങ്ങനാണ്, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ എഴുതിയിട്ട് മനുഷ്യന്റെ അന്തസ്സിനെ കളയും. എന്നാ നബി തങ്ങൾ പറയാണ്, അവൻ എന്നിൽ പെട്ടവനല്ല. അപ്പൊ ചിന്തിച്ചു നോക്കിയ റസൂലുള്ള പറയണം, അവൻ എന്നിൽ പെട്ടവനല്ല. അപ്പൊ ഞാനും നിങ്ങൾ എത്ര വെളിയിലാവും? നമ്മളൊക്കെ എന്തെങ്കിലും കിട്ടിയ വാട്സപ്പിലൂടെ എഴുതാൻ വേണ്ടി കാത്തിരിക്കാൻ, ഫേസ്ബുക്കിലൂടെ എഴുതാൻ വേണ്ടി കാത്തിരിക്കാൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയാം, അറഫാ ദിവസത്തിൽ നബി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ അന്തസ്സിന് ക്ഷതം വരുത്തുന്ന, ഒരു മനുഷ്യന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന്. അതിന് വാക്കുകൊണ്ടാകട്ടെ, അതിന് പ്രവൃത്തി കൊണ്ടാകട്ടെ, മുത്തു മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പാടില്ല. എന്തിനാണ് മരിച്ചു പോകുന്ന മനുഷ്യന്മാർ? നമ്മളൊക്കെ എല്ലാരും മരിക്കുന്നവരാണ്. ആ മരണത്തിൽ നമുക്ക് എന്തുണ്ട് കൊണ്ടുപോകാൻ? ഒന്നും നമുക്കില്ല, ഒന്നും കൊണ്ടുപോകാനില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇബ്ലീസ് ഇങ്ങനെ പറഞ്ഞു അല്ലേ, നമുക്ക് നന്നാകണോ, നമുക്ക് നന്നാകാൻ പറ്റണോ? എന്നാൽ നേരെ വിപരീതത്തെ നമ്മൾ കാണണം. വീടില്ലാത്തവനാണോ, റോഡിൽ കിടക്കുന്നവരിലേക്ക് നോക്കണം. വാഹനമുള്ളവരാണോ, വാഹനമില്ലാത്തവരിലേക്ക് നോക്കണം. അതല്ല, ഓരോന്നും അങ്ങനെയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞ, ഒരു മനുഷ്യന്റെ അന്തസ്സിന് ക്ഷയം വരുത്തുന്ന, ഒരു മനുഷ്യന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്നവെന്നും പറയല്ലേ. കഹുറുമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. നബി തങ്ങൾ പറയുന്നു, ഏതുപോലെ പവിത്രമാണെന്നറിയോ? കഹുറുമത്തി യൗമിക്കും ഹാദാ, ഈ പരിശുദ്ധമായ ദിവസം എത്രത്തോളം സന്തോഷമുള്ളതാണോ, ഈ അറഫാ ദിവസം എത്രത്തോളം സന്തോഷമുള്ളതാണോ, അതുപോലെയാണ് ഒരു മനുഷ്യന്റെ അന്തസ്, അതുപോലെയാണ് ഒരു മനുഷ്യന്റെ അഭിമാനം,
അത് മാത്രമല്ല ഫീ ശഹരിക്കും ഹദാ, നിങ്ങളിലേക്ക് കടന്നു വന്ന ഈ പരിശുദ്ധമായിട്ടുള്ള സന്തോഷമുണ്ടല്ലോ, ഈ പരിശുദ്ധമായ, ഈ പവിത്രമായ, ഈ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ഈമാനിന്റെ മാധുര്യമുള്ള ഈ ദിവസമുണ്ടല്ലോ, ഈ ദിവസമാണ്, ഈ സന്തോഷമാണ്, ഈ ആനുകൂല്യമാണ്, അത് ഏറ്റവും പവിത്രമാണ്. വേറെ ഒരു ഉമ്മത്തിനും കിട്ടാത്തതാണ്. അതുകൊണ്ട് അത് ഉമ്മത്ത് മുഹമ്മദിനുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസം എത്രത്തോളം, ഈ മാസം എത്രത്തോളം പവിത്രമാണോ, അത് മാത്രമല്ല ഫീ ബലദിക്കും ഹാദാ, ഈ നാട് എത്ര പവിത്രമുള്ളതാണോ, ഈ മക്ക, ഈ പരിശുദ്ധമായ മണ്ണ്, അറഫയുടെ മണ്ണ്, മിനയുടെ മണ്ണ്, ഇതെത്രത്തോളം പവിത്രതയുള്ളതാണോ അതുപോലെയാണ് സ്വഹാബത്തെ ഒരു മനുഷ്യന്റെ അന്തസ് എന്ന് 1,23,000 വരുന്ന അനുയായികളോട് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ 1,23,000 പരം സ്വഹാബത്തിനെ നിർത്തിയിട്ട് ഹജ്ജിന്റെ അറഫയുടെ വേളയിൽ നബി തങ്ങൾ പറയാ, ഈ ദിവസവും ഈ മാസവും എത്രത്തോളം പവിത്രമാണോ അതുപോലെയാണ് ഒരു മനുഷ്യന്റെ സമ്പത്ത്. അവന്റെ സമ്പത്തല്ലേ പോവും, എന്റെ സമ്പത്ത് പോവൂലല്ലോ, എന്റെ സമ്പത്ത് കുറയൂലല്ലോ, എന്റെ സമ്പത്തിന് വലിയ കോട്ടൊന്നും വരുത്തൂലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ചിന്ത നമ്മളിൽ നിന്ന് മാറണം, ഇല്ലേ? അതുകൊണ്ട് അത്രത്തോളം പവിത്രത ഉള്ള മാസമാണ് ഈ കാലഘട്ടത്തിലുള്ളവർ. അല്ലാഹുവേ, മനുഷ്യന്റെ അന്തസ്സിന് കോട്ടം വരുത്താൻ എവിടെയാണ് അവസരം കിട്ടുന്നതെന്ന് കാത്തിരിക്കുന്ന കാലഘട്ടം. ന്യൂസ് ചാനലുകൾ മുഴുവനും നേരം വെളുത്താൽ എന്താ ആലോചിക്കുക? ഇന്ന് ആരെ പറയാനാണ്, ആരെ കുറ്റപ്പെടുത്താനാണ്, ആരെ ആക്ഷേപിക്കാനാണ്, ആരെ കളിയാക്കാനാണ്, ഇല്ലേ? നമ്മളും പറയും, ഇപ്പൊ വിടാൻ സമയമില്ല, കുറച്ച് കഴിയിട്ട് നേരം വെളുത്ത ഞാൻ അയച്ചത്, നീ കൂടെ കണ്ടു നോക്ക്, നീ കൂടെ വായിച്ചു. ഇതാ നമ്മൾ പറയാ. വേണ്ട പെങ്ങളെ, വേണ്ട. കാരണം എന്തെന്നറിയോ? കാരണം നബി തങ്ങൾ അറഫയുടെന്ന് പറയാ, നിങ്ങളെ എനിക്കാവശ്യമില്ല. അത് ഞാനാണെങ്കിലും എന്നെയും ആവശ്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത്രയും പഴയ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടി കുറച്ച് നമുക്ക് ദുആയൊക്കെ ചെയ്യണം. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എന്തിനേറെ മാത്രമല്ല, നാളെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നാളത്തെ ദിവസങ്ങൾ നിങ്ങൾ നല്ലതുപോലെ ചെയ്തുകൊണ്ട് കടന്നു വരാനുള്ള ദിക്റുകൾ ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇതിനകത്തൂടെ നിങ്ങൾ കഴിച്ചു തരും. അള്ളാഹു തആല കേൾക്കാനും പഠിക്കാനും ഓതാനുമുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തിന്റെ നോമ്പിനെ പറ്റിയിട്ട് സ്വഹാബത്ത് ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹ്, നബികൾ പറയാണ്, യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ. യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അല്ലാഹു തആല പൊരുത്തപ്പെട്ടു തരും. മനസ്സിലായില്ല? ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ആ തെറ്റുകളുടെ പേരിൽ തന്നെ വീണ്ടും കടിച്ചു തൂങ്ങരുത്. ആ തെറ്റിന്റെ പേരിൽ തന്നെ വീണ്ടും മനുഷ്യന്മാര് മുന്നോട്ട് വരരുത്. അതിനു പറ്റുന്ന ഒരു ദിവസത്തിന്റെ പ്രവാചകർ ഓഫർ തരുന്നത് യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ. അല്ലാഹുവേ, കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളെയും അല്ലാഹു തആല പൊരുത്തപ്പെട്ടു തരുമെന്നാണ്. വീണ്ടും ചോദിച്ചു സൗമാറഫയെ പറ്റിയിട്ട്. അപ്പ പറഞ്ഞു കഫാറത്തു സനത്തൈൻ, സനത്തുൻ മാളിയ വസനത്തുൻ മുസ്തഖ്ബില. കഴിഞ്ഞുപോയ ഒരു കാലഘട്ടവും ഇനി വരായിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ പാപങ്ങളും അല്ലാഹു തആല ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്നാണ്. അത് മാത്രമല്ല, മൻസാമ യൗമ അറഫ, ആരെങ്കിലും അറഫ ദിവസത്തിൽ നോമ്പ് നോറ്റിയാൽ ഗുഫിറ ലഹു സനത അമാമ വസനത്തും ബഅദ. അവൻ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളുണ്ട്, ആ പാപങ്ങളൊക്കെ റബ്ബ് പൊരുത്തപ്പെട്ടു തരും. അല്ലാഹുവേ, അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നോമ്പ് നോറ്റ് നിസ്കരിച്ച് ദുആ ചെയ്ത് നിങ്ങൾ കടന്നു വരണം. നിങ്ങളുടെയൊക്കെ ദുആകളിൽ ഈ വിനീതനെയും കുടുംബത്തെയും കൂടെ ഉൾപ്പെടുത്തണം, പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ നമുക്ക് കുറച്ച് ദിക്റുകൾ ചൊല്ലണം, കുറച്ച് നല്ല അദ്കാറുകൾ ചൊല്ലണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടി നാളെ ദിക്റുകൾ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ഒരുമിച്ച് നമുക്ക് ദുആ രക്കണം. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ.
അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. രോഗങ്ങളെ മാറ്റണേ അല്ലാ, വിഷമങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. ആവലാദികളും വേവലാദികളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും എല്ലാം മാറ്റണേ അല്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ, സന്തോഷം നിറച്ചു തരണേ അല്ലാ. സ്വർഗത്തിന്റെ എല്ലാ വഴികളും ഞങ്ങൾക്ക് തരണേ അല്ലാ. ബിൽ മുലൂക്കായ റബ്ബേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ, എല്ലാ ദുഃഖങ്ങളെയും മാറ്റണേ അല്ലാ, എല്ലാ ആവലാദികളെയും മാറ്റണേ അല്ലാഹുവേ. പടച്ചോനെ, പലരും പല രോഗങ്ങൾ വന്നിട്ട് വല്ലാത്ത സങ്കടത്തിലാണ് റബ്ബേ. പനി പിടിച്ച് ശരീരം മുഴുവനും വേദനയാണ് ഉസ്താദേ, ദുആരക്കണമെന്ന് പറഞ്ഞ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. റബ്ബേ, എന്ത് രോഗം കൊണ്ട് ആരൊക്കെ എന്തെല്ലാം പ്രയാസത്തിലാണോ അതെല്ലാം മാറ്റണേ അല്ലാ. പടച്ചവനെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പ്രിയപ്പെട്ടവര് പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി കടന്നുപോയിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, മഖബൂലും മബ്റൂറുമായ ഉംറകൾ നിർവഹിച്ച് മടങ്ങി വരാൻ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചോരെ, കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് റഹ്മാനെ, അവരുടെ കടങ്ങളെ വീട്ടിക്കൊടുക്ക അല്ലാ. സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, സങ്കടങ്ങളെ വീട്ടണേ അല്ലാ. ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ അമാലുകളെ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ റമളാൻ, ആ പരിശുദ്ധമായ അറഫയുടെ ദിവസത്തിൽ നോമ്പ് നോക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാ. പടച്ചോനെ, കടങ്ങൾ കൊണ്ട് വലയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ തട്ടല്ല പടച്ചവനെ. അല്ലാഹുവേ, മഴക്കാലമാണ്, ഞങ്ങളുടെ അരുമ മക്കളൊക്കെ സ്കൂളുകളിൽ പോകുന്നവരാണ്. ഒരപകടത്തിലും പെടുത്തല്ല റഹ്മാനെ, ഒരു സങ്കടത്തിലും പെടുത്തല്ല റഹ്മാനെ, ഒരു ദുഃഖത്തിലും പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.